റിയലിസ്റ്റിക് പെൻസിൽ ഡ്രോയിങ്. ചിത്രം വരച്ച് തുടങ്ങുകയാണ്. ഇതിന് നല്ല നിരീക്ഷണപാടവം ആവശ്യമാണ്. മാടത്തെ കിളിയെ വരച്ചു തുടങ്ങുന്നതിന് മുമ്പായി അതിൻ്റെ രൂപം ശരിയായ രീതിയിൽ മനസ്സിൽ പതിയണം. ബാഹ്യരേഖകൾ വരയ്ക്കുമ്പോൾ തെറ്റുപറ്റിയെന്നു വരാം. ഇറേസറിന് തെറ്റുകൾ തിരുത്തി ശരിയായ ബാഹ്യരൂപം തയ്യാറാക്കേണ്ടതാണ്. ഷെയ്ഡ് ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് വരച്ച് തയ്യാറാക്കിയ മോഡലിൽ എവിടെ പ്രകാശം വീഴണം, അത് എങ്ങനെ ക്രമീകരിക്കണം എന്നു മനസ്സിലാക്കണം. അതിനായി ഷെയ്ഡിങ്ങിൻ്റെ ആദ്യ പാഠങ്ങൾ ഓർമ്മയിൽ വരുത്തി ഷെയ്ഡ് ചെയ്ത് തുടങ്ങാം. വളരെ ലൈറ്റായി കടുപ്പം കുറച്ചാണ് പെൻസിലിന് ഷെയ്ഡ് നമ്മൾ ചെയ്യുന്നത്. കിളിയുടെ വളരെ ചെറിയ നനുത്ത് മൃദുവായ തൂവലുകൾ, അതിൻ്റെ ആകൃതിക്ക് അനുസരിച്ച് ചെറുരേഖകൾ, കടുപ്പം കുറഞ്ഞ ടോണുകൾ വീഴത്തക്ക വിധം പെൻസിൽ ഉപയോഗിക്കുന്നു. തൂവലുകളിൽ വിവിധ നിറങ്ങൾ പ്രകാശത്തിൽ പ്രതിഫലിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ്. അത് അതേപടി ഇവിടെ ചിത്രീകരിക്കുമ്പോൾ കറുപ്പിനും വെളുപ്പിനും ഇടയിൽ ഒരുപാട് ടോണുകൾ വിന്യസിക്കുന്നതായി നമുക്ക് കാണാവുന്നതാണ്. ഇരുട്ടിനും വെളിച്ചത്തിനും ഇടയിലുള്ള മധ്യവർണ്ണത്തിന് ടോൺ വാല്യൂ വളരെ ഉയർന്നതായിരിക്കണം. ഒരിക്കലും ഷെയ്ഡ് ചെയ്ത ഭാഗത്ത് മറ്റെന്തെങ്കിലും വെച്ച് ഇറേസ് ചെയ്യുകയോ തുടയ്ക്കുകയോ കൈവിരലുകൾ ഉപയോഗിച്ച് ഷെയ്ഡ് നിറം പടർത്തുകയോ ചെയ്താൽ മധ്യവർണ്ണത്തിൻ്റെ കളർ വാല്യൂ നഷ്ടമാകുന്നത് കാണാം. പെൻസിലിന് ഷെയ്ഡ് ചെയ്യുമ്പോൾ ഇവിടെ മറ്റൊന്നും ഉപയോഗിക്കേണ്ടതില്ല. ക്ഷമയോടെ പെൻസിൽ മാത്രം ഉപയോഗിച്ച് ഷെയ്ഡ് ചെയ്ത് നമുക്ക് മുമ്പോട്ട് പോകാം. വ്യത്യസ്തമായ പെൻസിലുകൾ ഇവിടെ ഉപയോഗിക്കുന്നില്ല. വരച്ച് പഠിക്കുന്നവർക്ക് ഒരേ പെൻസിൽ ഉപയോഗിച്ച് കൂടുതൽ മധ്യ ടോണുകൾ സൃഷ്ടിക്കുവാൻ കഴിയണം. ചുവപ്പും നീലയും പച്ചയും മഞ്ഞയും നിറങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങളാകുമ്പോൾ എങ്ങനെ രൂപപ്പെടുന്നു എന്ന് നമ്മൾ ഇന്ന് ഇവിടെ ഷെയ്ഡിങ്ങിലൂടെ പഠിക്കുകയാണ്. മോഡലിൽ പ്രകാശം പതിച്ച് ഇരുളുകൾ വീഴുന്ന ഭാഗങ്ങൾ ഏകാഗ്രതമാക്കി ഇരുളും വെളിച്ചവും മധ്യവർണ്ണവും നിഴലും പ്രതിഫലന പ്രകാശവും ഓരോ ചെറിയ തൂവലുകൾക്കും നൽകി കറുപ്പും ചുവപ്പും മഞ്ഞയും മാടത്തെ കിളിയുടെ ഏതു ഭാഗങ്ങളിലാണോ അത് അനുസരിച്ച് പെൻസിലിൻ്റെ കളർ ടോണുകളിൽ ക്രമീകരിക്കുന്നു. ഇരുളിനും പ്രകാശത്തിനും ഇടയിലുള്ള മധ്യ ടോണുകളുടെ അളവ് ഉയർത്തുന്നു. ഹൈലൈറ്റ്, ലൈറ്റ്, ഹാഫ് ടോൺ, ഷെയ്ഡ്, ഹൈ ഷാഡോ, ഷാഡോ, ഹൈ ഷാഡോ, റിഫ്ലക്ഷൻ. ഇത്രയും ടോണുകൾ ഒരു പെൻസിൽ മാത്രം ഉപയോഗിച്ച് ചെയ്യുന്നത് എങ്ങനെയെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും നൽകി ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.